തിരുവനന്തപുരം കവടിയാറിൽ മാധ്യമപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ഇയാൾ 1.5 കോടിയിലധികം നിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ സുലേഖയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുലേഖ, അതായത് ഈ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണത് പണം ചോദിച്ചെത്തി, പക്ഷേ തിരികെ നൽകിയില്ല. പല ആവർത്തി ചോദിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ബാങ്കിന്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ ഒരു ജീവൻ പൊലിയാനുണ്ടായ സാഹചര്യം. എങ്ങനെയൊക്കെയാണ്? ഭദ്ര, മലയാള മനോരമ പ്രാദേശിക ലേഖകനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ആനാട് ശശി എന്നതാണ് ഇത്തരത്തിൽ കവടിയാറിലെ കനകനഗറിലെ റിസർവ് ഷെഡിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ആനാട് ശശിയെ കണ്ടെത്തിയത്. ഇയാൾ ഈ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിന്ന് 1.5 കോടിയോളം രൂപ നിക്ഷേപിച്ചിരുന്നു. ഇത് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് വന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പണം തിരികെ ആവശ്യപ്പെട്ട ഈ ബാങ്കിലെത്തുകയും നിരവധി തവണ ഈ ബാങ്കിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ അനുകൂലമായ സമീപനം അല്ലെങ്കിൽ അനുകൂലമായ ഒരു കാര്യം ഒന്നും തന്നെ ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നത് തന്നെയാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ക്രമക്കേട് കണ്ടെത്തുകയും വാർത്തകൾ വരികയും ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിൽ ഇതിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇത്തരത്തിൽ തനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഈ ആനാട് ശശി ബാങ്കിനെ സമീപിക്കുകയും അവിടെ നിന്നും ഒരു അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മലയാള മനോരമയുടെ നെടുമങ്ങാട്ടെ പ്രാദേശിക റിപ്പോർട്ടറായി ജോലി ചെയ്തു വരുന്ന ആളായിരുന്നു ആനാട് ശശി. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കവടിയാറിലെ തിരുവനന്തപുരം കവടിയാറിലാണ് മാധ്യമപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ.